വെച്ചൂർ പഞ്ചായത്തിലെ 11-ാം വാർഡിൽ അപകടസ്ഥിതിയിലായിരുന്ന മറ്റം മട്ടിസ്ഥലം നടപ്പാലം പുനർനിർമ്മിച്ചു. പുനർനിർമ്മിച്ച പാലം വെച്ചൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ആർ. ശൈലകുമാർ നാടിന് സമർപ്പിച്ചു. വാർഡ് മെമ്പർ പി.കെ. മണിലാലിന്റെ ശ്രമഫലമായി പഞ്ചായത്ത് അനുവദിച്ച 2.5 ലക്ഷം രൂപ ചിലവഴിച്ചാണ് അപകടനിലയിലായിരുന്ന 11-ാം വാർഡിലെ മറ്റം മട്ടിസ്ഥലം നടപ്പാലം പുനർനിർമ്മിച്ചത്. അപ്പുറത്തും ഇപ്പുറത്തും ഞങ്ങളുടെ ബന്ധുക്കളൊക്കെ ആയ കാരണം ഒരു അത്യാവശ്യം കല്യാണമൊക്കെ വന്ന വള്ളത്തെ കയറി വേണമായിരുന്നു പോകാൻ. അപ്പം ഈ പാലം വന്നത് എല്ലാവർക്കും പ്രയോജനകരമായെന്ന് പറയുന്നു. ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ഒരു അപകടം ഉണ്ടായിട്ടുള്ളതാണ്. വള്ളം മുങ്ങി അങ്ങനെയുള്ള ഒരു അപകടം ഈ സമയത്ത് ഇത് പൂർത്തീകരിച്ച കാരണം ഈ സമയത്ത് കറക്റ്റ് സമയത്തായതുകൊണ്ട് അതെല്ലാവർക്കും ഒരു പ്രയോജനമായിരിക്കും. വെച്ചൂർ ദേവിവിലാസം സ്കൂൾ, സെയിന്റ് മൈക്കിൾ സ്കൂൾ, തൈപ്പറമ്പ് ക്ഷേത്രം, വെച്ചൂർ പള്ളി, അംബിക മാർക്കറ്റ്, ഇടയാഴം ആശുപത്രി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് കായൽ പ്രദേശത്തുള്ളവർക്ക് എത്തുന്നതിനുള്ള എളുപ്പമാർഗമാണ് മറ്റം മട്ടിസ്ഥലം നടപ്പാലം. ഈ വാർഡിന് മാത്രമല്ല മറ്റു വാർഡുകൾ പ്രദാനം ചെയ്യുന്നവർ എന്തെങ്കിലും ഒരു പൊതുപരിപാടിക്ക് വരികയോ ഒരു പൊതു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ വരികയോ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഗുണഭോക്താവായി മാറുന്ന അവരും കൂടിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ ഒരു രീതിയിൽ എത്രയും വേഗം ഇതിന്റെ പണി തീർന്നതിൽ അതിയായ സന്തോഷമുണ്ട്. വേമ്പനാട് കായലോര പ്രദേശത്തുള്ള താൽക്കാലിക പാലം തകർച്ചാ ഭീഷണിയിലായതോടെ പ്രദേശവാസികൾ വള്ളത്തിലായിരുന്നു മറുകരയിലെത്തിയിരുന്നത്. വെച്ചൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ആർ. ശൈലകുമാർ പാലം നാടിന് സമർപ്പിച്ചു. 2023-24 സാമ്പത്തിക വർഷം വെച്ച ഫണ്ടാണിത്. അത് സാധാരണ ഇതിൽ മാർച്ചിലൊക്കെയാണ് പണി പൂർത്തീകരിക്കുക എന്നുള്ളതുകൊണ്ട്, എന്നാൽ ഇവിടുത്തെ ജനങ്ങളുടെ നിർബന്ധ ഇടപെടലും അതുപോലെ തന്നെ ഒരു അപകട സാധ്യതയുള്ള പാലായിരുന്നത്. അതുകൊണ്ടാണ് അടിയന്തരമായി പണി പൂർത്തീകരിച്ചപ്പോൾ തുറന്നു കൊടുത്തിട്ടുള്ളത്. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സോജി ജോർജ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. 4 പാലങ്ങളുടെ പണികൾ ഏകദേശം നമ്മൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 5ാമതൊരു പാലപ്പണിയുടെ നിർമ്മാണം നമ്മൾ ഉടൻ ആരംഭിക്കുകയാണ്. ഗ്രാമീണ മേഖലയിൽ ഇതുപോലുള്ള പെട്ടെന്നുള്ള പണികൾ പൂർത്തീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ യാത്രാ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ഏറ്റവും മുഖ്യ ലക്ഷ്യം. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി.കെ. മണിലാൽ, ആൻസി തങ്കച്ചൻ, സ്വപ്ന മനോജ് തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. പഞ്ചായത്തിൽ പണിയുന്ന ഏതാണ്ട് 5ഓളം പാലങ്ങളിൽ ഇനി ഒരു പാലം മാത്രമാണ് ശേഷിക്കുന്നത്. ഈ വാർഡിൽ 11-ാം വാർഡിൽ ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ പാലം സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന ഒരു സന്തോഷത്തിലാണ് പ്രദേശവാസികളും ഞങ്ങളെല്ലാവരും. ന്യൂസ് ബ്യൂറോ, വൈക്കം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്